ഹലോ. അപ്പോൾ അതേ ഞാൻ 2-3 ദിവസമായിട്ട് മഴയൊന്നുമില്ല. അപ്പോൾ ടെറസിലെ ചെടികൾക്കെല്ലാം വെള്ളം ഒഴിക്കാൻ വേണ്ടി കയറിയതാണ്. അപ്പം 1-2 കാര്യങ്ങൾ നിങ്ങളെ എല്ലാം കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ഇത് കണ്ടോ, നമ്മുടെ നീലമുളക്, മുന്തിരിമുളക് ഉണ്ടായിട്ടുണ്ട് കേട്ടോ. 2 മുളക് തൈ ഉണ്ട്, അത് 2ലും മുളകുണ്ടായിട്ടുണ്ട്. പിന്നൊരു വിശേഷം നിങ്ങളെ കാണിക്കാമെന്ന് ഞാൻ പറഞ്ഞിരുന്നില്ലേ, ഗ്രാഫ്റ്റ് ചെയ്ത റോസ് ചെടിയുടെ വിശേഷം. അത് ഞാൻ ഈ കവർ മാറ്റി നോക്കുവാണ് എന്തായെന്ന്. അപ്പോൾ ഗ്രാഫ്റ്റ് ചെയ്ത മുളക് ചെടി സക്സസ് ആയിട്ടില്ല. ഇത് കണ്ടോ, ഗ്രാഫ്റ്റ് ചെയ്തതിൻ്റെ മുകളിലോട്ട് ഉണങ്ങിയിട്ടുണ്ട്. അതെന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ, നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്യുമ്പം വേര് പിടിച്ച ചെടിയെ വേണം ഗ്രാഫ്റ്റ് ചെയ്യാൻ. അതൊരു കാരണമാണ്. പക്ഷേ ഞാൻ വേര് പിടിച്ച ചെടി ചെയ്ത് നോക്കിയിട്ടും എനിക്ക് സക്സസ് ആയി കിട്ടിയിട്ടില്ല. റോസ് ചെയ്തിട്ടില്ല, മാവൊക്കെയാണ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഈ നമ്മൾ താഴോട്ട് വെച്ച് കൊടുത്ത ഗ്രാഫ്റ്റ് ചെയ്യാനെടുത്ത കമ്പിന് പച്ചപ്പുണ്ട്. 2 റോസ് ഞാൻ അതുപോലെ കിളിപ്പിച്ചിരുന്നു. അതാ അതിൽ 2നും പച്ചപ്പുണ്ട് താഴത്തോട്ട്. പക്ഷേ മുകളിൽ നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്ത് ചേർത്ത കമ്പ് ഉണങ്ങിപ്പോയി. 2ൻ്റെ ഉണങ്ങിയിട്ടുണ്ട് കണ്ടോ. പിന്നെ വേറൊരു വിശേഷം എന്ന് പറഞ്ഞാൽ, അതിൻ്റെ ചുവട്ടിൽ ഞാൻ ഉണ്ടമുളകിൻ്റെ വിത്ത് പാകിക്കൊടുത്തായിരുന്നു. ഓർക്കുന്നുണ്ടോ? ഗ്രാഫ്റ്റ് ചെയ്ത ചട്ടിയിൽ തന്നെ ആ വിത്ത് കിളുത്തിട്ടുണ്ട്. ഇത് കണ്ടോ, നമുക്ക് കിളുത്ത് കഴിയുമ്പോൾ നമുക്കതിനെ പറിച്ച് മാറ്റി വയ്ക്കാം നന്നാവുകയാണെങ്കിൽ. അപ്പം ഞാൻ ആ കവർ അങ്ങ് മാറ്റി. പിന്നെ നമ്മുടെ ചുവന്ന റോസിന് ഒരു പൂവുണ്ട്. ഒരു പൂവല്ല, ഒരുപാട് പൂക്കളുണ്ട്, പക്ഷെ എല്ലാം കൊഴിഞ്ഞു പോയി. കഴിഞ്ഞ ദിവസം ഞാൻ ചട്നി ഉണ്ടാക്കാൻ വേണ്ടി പനനീർ റോസിൻ്റെ പൂക്കൾ പറിച്ചുകൊണ്ട് വന്നപ്പം പറഞ്ഞിരുന്നില്ലേ, ഒരു 7-8 പൂക്കൾ ഒരു കൊലയിലുണ്ടായിട്ടുണ്ടെന്ന്. ആ കൊലയാണ് ഈ കൊല. ഇതിൽ നിന്ന് അന്ന് മെച്യൂർഡായിട്ടുണ്ടായിരുന്ന പൂക്കളാണ് ഞാൻ പറിച്ചുകൊണ്ട് വന്നത്. ബാക്കി പൂക്കളെല്ലാം കൊഴിയാറായി. നമുക്ക് ഇത് കളയാതെ എടുക്കുവാണെങ്കിൽ റോസ് ജാമും റോസ് സിറപ്പും ഒക്കെ ഉണ്ടാക്കി വയ്ക്കാം. പക്ഷേ ഇതെല്ലാം പൂക്കളുടെ ഭംഗി ആസ്വദിക്കാൻ വേണ്ടി നിർത്തി, അതെല്ലാം കൊഴിയാറായി. പിന്നൊരു വിശേഷമുള്ളത്, ഞാൻ ഗ്രോ ബാഗിൽ കിളിപ്പിച്ച ഓർമ്മയുണ്ടോയെന്ന് അറിയത്തില്ല, തടപ്പയറിൻ്റെ തൈ 2 പച്ച ഗ്രോ ബാഗിൽ കിളിപ്പിച്ചിരുന്നു. ആ തൈ ഇത് കണ്ട വളർന്ന് വള്ളി വീശി. പക്ഷേ തടപ്പയർ കുറ്റിയായിട്ട് നിൽക്കുന്ന ആ വള്ളി വീശത്തില്ലെന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഞാൻ വെച്ചിരിക്കുന്ന മുല്ലയിലോട്ടും മറ്റേ നമ്മുടെ കറിവേപ്പിലോട്ടും ഒക്കെ പടർന്ന് കയറിയിരിക്കുക തടപ്പയർ. നീ എൻ്റെ എല്ലാം മണ്ട ഒടിച്ചെടുക്കണം. അത് പൂത്തിട്ടുണ്ട് കേട്ടോ, പൂക്കുന്നുണ്ട് എന്തായാലും. പൂമൊട്ട് കാണിച്ചു തരാം. കണ്ടോ, ഇത് പൂമൊട്ടായത്. ഇത് കണ്ടോ, മുഞ്ഞ കയറാനുള്ള സാധ്യതയുണ്ടെന്ന് തോന്നുന്നു, കാരണം ഉറുമ്പും കയറുന്നുണ്ട്. അതാണ് ഒരു വിശേഷം. പിന്നുള്ളത് നമ്മുടെ ഞാറ്റുവേല ചന്തയ്ക്ക് കിട്ടിയതാണേ, നമ്മുടെ കൃഷിഭവനിൽ നിന്ന് കിട്ടിയതാണ് തക്കാളി തൈ. ഇത് കണ്ടോ, അതും പൂത്തിട്ടുണ്ട്. ഇപ്പം തക്കാളി മഴ ആയതുകൊണ്ട് അഴുകിപ്പോവുമോ വട്ടരോഗം പിടിക്കുമോ എന്നൊക്കെ ഒരു സംശയം ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ 1, 2, 3, 4 മൂട് കിളിപ്പിച്ചിട്ടുണ്ട്. അതിൽ 2 മൂട് പൂത്തിട്ടുണ്ട്. അപ്പോൾ ഇനി തക്കാളി പിടിച്ചാൽ നമുക്ക് നല്ലതാണ്. അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ വിശേഷം. താങ്ക് യു.